ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ള ഇത് എവിടെയെന്നല്ലേ, നമ്മുടെ മമ്പാട് പുള്ളിപ്പാടത്തൊരു അടിപൊളി റിസോർട്ടുണ്ട് മക്കളെ. കാണാത്തവരും പോവാത്തവരൊക്കെ എല്ലാവരും പോയിക്കൊണ്ടു കേട്ടോ. ഈ മുമ്പ് കാണുന്ന ഈ ബിൽഡിങ്ങില്ലേ, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ ഇതാക്കുന്ന റിസോർട്ടിക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ റിവർ ബേക്സ് എന്നാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. നമ്മൾ തൊട്ടടുത്താണ്. ഇപ്പോൾ വണ്ടൂരൊക്കെ എല്ലാ ആൾക്കാർക്കൊക്കെ ഇടവണ്ണ വഴിക്കൊക്കെ പോവാം, മമ്പാട് വഴിക്കൊക്കെ പോവാം കേട്ടോ. ഇപ്പോൾ മഞ്ചേരിയിൽ ഒരാളാണ് വരുന്നതെങ്കിൽ നേരെ ഇടവണ്ണ വരിക, ഇടവണ്ണെന്ന് പിന്നെ എന്ത് ചെയ്യുക, അങ്ങാടിയിൽ നിന്ന് നേരെ പിന്നെ കുറച്ചിങ്ങോട്ട് പോയാൽ തന്നെ ഒരു പാലം കാണും. ഒതായിക്കോണ ഒരു പാലം. ആ പാലത്തിന് കുറച്ച് പോയാൽ വലത്തേ ഭാഗത്ത് കൂടെയാണ് കേട്ടോ ഇങ്ങോട്ട് പോണത്. നമ്മൾ തൊട്ടടുത്താണ്. ഒരു അടിപൊളി റിസോർട്ടാണ് മക്കളെ. ഇവിടെ നമുക്ക് എന്താ ഇപ്പോൾ ഗെറ്റ് ടുഗദർ, അതേപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി, അതേപോലെ ഒരു ദിവസം സ്റ്റേക്കൊക്കെ പറ്റും. എന്ത് പരിപാടിയും വെക്കാൻ പറ്റും. എല്ലാ സൗകര്യത്തോടു കൂടി അവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ടെൻറ്റ് 3 ഉണ്ട് കേട്ടോ. പിന്നെ റൂംസ് മുകളിൽ 2 താഴത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു 10-50 ആൾക്കാർക്കൊക്കെ നിൽക്കാൻ പറ്റും. നല്ല സൗകര്യത്തോടു കൂടിയാണ് കേട്ടോ ഈ ഒരു റിസോർട്ടുള്ളത്. മാത്രമല്ല പൂളിൻ്റെ കാര്യം പറയാതിരിക്കാതെക്കാൻ പറ്റില്ല. അടിപൊളി പൂളാണ് കേട്ടോ. എൻ്റെയൊക്കെ മേലെ വെള്ളമുണ്ട് കേട്ടോ ഈ പൂളിൻ്റെ. കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേകം അവിടെ ഒരു സജ്ജമാക്കിയ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ഷട്ടിൽ കളിക്കാനും കാരം ബോർഡ് കളിക്കാനും പന്ത് കളിക്കാനൊക്കെ പറ്റിയ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ. അപ്പോൾ നമ്പർ ഇതാക്കണേ ഞാൻ കൊടുത്തേക്കണേ. ആർക്കെങ്കിലും ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി. നല്ല എല്ലാവിധ സൗകര്യത്തോടു കൂടി. പിന്നെ ഈ ഒരു ഭാഗത്ത് പാർക്കാണ് കേട്ടോ, കുട്ടികളുടെ പാർക്കാണ് ഇങ്ങേ ഭാഗത്തുള്ളത്. മാത്രമല്ല ഇവിടെ കിളികൾ, പക്ഷികൾ, അങ്ങനത്തെ ആ ഒരു ഏരിയയും കൂടി ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ ഇടത്തെ ഭാഗത്ത് നോക്കിയാൽ ഫുൾ നല്ല അടിപൊളി പുഴയാണ് കേട്ടോ മക്കളെ. കാണുക നല്ല പുഴയാണ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണമെങ്കിൽ എനിക്കിങ്ങനെ ഐസുവിൻ്റെ പ്രായക്കാർ ഊഞ്ഞാലാണെങ്കിൽ എനിക്ക് കണ്ടപ്പോൾ ഞാനിരുന്ന് കുറച്ച് ലായില്ലാന്നൊക്കെ ചൊല്ലിയിരുന്നു കേട്ടോ. അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പുതിയല്ലേ. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖമാണ്. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പിയൊന്നുമല്ല ഞാൻ. അയ്യോ ചേട്ടന്റെ തീറ്റ മത്സരം പലതുണ്ടെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ബിരിയാണി തിന്നുന്നവരെ കണ്ടെത്താൻ പാലക്കാട്ടൊരു മത്സരം നടന്നു. തീറ്റക്കാരുടെ തിരക്ക് കാരണം 4 ഘട്ടങ്ങളെടുത്തു മത്സരം പൂർത്തിയാക്കാൻ. 1 കിലോ ബിരിയാണി 1.5 മിനിറ്റിൽ തിന്നു തീർത്ത യുവാവിനായിരുന്നു സമ്മാനം. ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിക്കാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു. മാഷാ അള്ളാ, ഒരു രക്ഷയില്ല. നമ്മുടെ ഫിറു വ്ളോഗാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയത്. ഇത് നമ്മളെ പൂച്ചപ്പയാണ് കേട്ടോ, റംന, എല്ലാവരും ഉണ്ടായിന്.